നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പൊതുവെ നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, പുതുവർഷത്തെ 3 പുതുവർഷം ആചരിക്കും. ഒന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെ, ജനുവരി മാസം തുടങ്ങുന്ന പുതുവർഷമായിട്ട്, മേടമാസം ജ്യോതിഷ മാസമായിട്ട് മേടം മാസം ആചരിക്കും. മലയാളികളുടെ വർഷം എന്ന് പറയുന്ന മലയാള മാസം ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് പുതുവർഷം ആരംഭിക്കും. ഇങ്ങനെ ചിങ്ങ 1-ാം തീയതി തൊട്ടുള്ള പുതുവർഷത്തെക്കുറിച്ചാണ് പറയാൻ പോണേ. അപ്പോൾ പുതുവർഷത്തെക്കുറിച്ച് പറയുമ്പോൾ 1199-ാം ആണ്ട് തീർന്ന് 1200-ാം ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാള വർഷം 1200-ാം ആണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ പുതു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുതുവർഷം ഓരോ രാശിക്കാർക്കും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പരിശോധിച്ച് വരണേ. ഇന്ന് ധനുരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മൂലം നക്ഷത്രം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം, ഉത്രാടത്തിൽ കാല് അടങ്ങുന്നതാണ് ധനുരാശി. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. ഇപ്പോൾ മൂലനക്ഷത്രം നക്ഷത്രങ്ങളുടെ മൂടാണ്, അതുകൊണ്ടാണ് മൂലം എന്നതിനെ പറയണത്, മൂടിനെയാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. മൊത്തത്തിൽ പുതുവർഷത്തെക്കുറിച്ച് ഈ രാശിക്കാരുടെ ഫലം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത്ര സന്തോഷപ്രദമായ ഒരു വർഷമായിട്ടല്ല കാണുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടവരും. കൂടുതലായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, മറ്റൊന്ന് ശാരീരിക ബുദ്ധിമുട്ട്, ശത്രുഭയം, ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും. അത് എവിടെയായാലും, വീട്ടിലായാലും നമ്മൾ പറയുന്നത് അംഗീകരിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഉൾക്കൊള്ളാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ വളരെ സൈലൻ്റ് ആവേണ്ട സമയമാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞ് അവിടെ വഴക്കുണ്ടായി പ്രശ്നങ്ങളുണ്ടാകുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് അവാർഡ് പടമായിട്ട് പോണതാണ് നല്ലത്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കേസ് വഴക്കുകൾ, ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ഉലച്ചിലുണ്ടാവുക, ബന്ധുമിത്രാദികൾ അകന്നു പോവുക. ഓഫീസിൽ ആണ് നമ്മൾ പോകുന്ന, ഓഫീസിലാണെങ്കിൽ അവിടെ എന്ത് ശ്രദ്ധിക്കണം? അവിടെ മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി ഉണ്ടാവും. നമ്മൾ നല്ലത് ചെയ്താലും അംഗീകാരം കിട്ടാതെ വരും. അവരുടെ അതൃപ്തിക്ക് പാത്രീഭവിക്കും. ഒരു സ്ഥാപനം ഇട്ടിരിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യും? ജോലിക്കാർ നിൽക്കത്തില്ല. ചെറിയ 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 കാരണങ്ങൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒരു നന്ദിയില്ലാത്ത അവസ്ഥകളുണ്ടാക്കും. അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കാതെ പോവും. ഇതൊക്കെ വരുന്ന സമയമാണ് ഈ രാശിക്കാർക്ക്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ, പൈസ മുടക്കിയുള്ള കാര്യങ്ങൾ. കാരണം പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിൽ കൊണ്ട് കൈവയ്ക്കാനോ അനുകൂലപ്രദമായ കാലയളവല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ സൈലൻ്റായി പോകണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോകുന്നത്, റൺ ചെയ്യുന്നതല്ലാതെ പുതിയ പുതിയ കാര്യങ്ങളിൽ കൊണ്ട് കൈവയ്ക്കരുത്. മറ്റ് ഊഹ കച്ചവടങ്ങളിലോ വായ്പ കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നിലും നിൽക്കരുത്. കാരണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയി ആ പൈസയും കിട്ടില്ല, ശത്രുവാകും. പിന്നെ കേസിനും വഴക്കിനും ഒക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട്
വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട കാലഘട്ടമാണ്. കാരണം കേസ് വഴക്കുകൾ വരെ വരാനിടയുള്ള കാലഘട്ടം എന്നർത്ഥം. അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിക്കണം. ഇത് നമ്മളുടെ വാർഷിക ഫലത്തെക്കുറിച്ച് ഗ്രഹങ്ങളുടെ നിലയൊക്കെ ആസ്പദമാക്കി പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ജാതകവും കൂടി പരിശോധിക്കണം. നിങ്ങളെ ജാതകം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ദോഷവും വരാൻ ഇല്ലാത്ത ഗ്രഹങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദോഷത്തിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരത്തില്ല. ഒന്നും വരാതെ പോകത്തില്ല, കുറച്ചൊക്കെ ബാധിക്കുമെങ്കിലും അതിൽ നിന്ന് സംരക്ഷണാർത്ഥം രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ജാതകം കൂടി നിങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. ഇപ്പം നല്ല സമയമാണോ? ആണെങ്കിൽ ഭയക്കണ്ട, ഇല്ലെങ്കിൽ അതിനുള്ള പ്രായച്ചിത്വം കൂടി ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ ധനുരാശിക്കാർക്കും നല്ല ഫലം ഉണ്ടാവാനായിട്ട് ജാതകം കൂടി പരിശോധിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ഷെയർ ചെയ്യുക. കാരണം ഇത്തരം ദോഷഭാവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ധനുരാശിക്കാർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഈ ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ പോട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.